റിപ്പോർട്ടർ ഇൻവെസ്റ്റിഗേഷൻ. ജയിൽ ചാടാൻ ഗോവിന്ദചാമി നേരത്തെ തന്നെ പദ്ധതിയുണ്ടോ? കണ്ണൂർ സെൻട്രൽ ജയിൽ മുൻ സീനിയർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ജയിൽ ചാടുമെന്ന് ഗോവിന്ദചാമി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ജയിൽ നിയമങ്ങൾ അനുസരിപ്പിക്കാൻ ശ്രമിച്ചതിന് തന്നെ ഭീഷണിപ്പെടുത്തി. ജയിൽ ചാടി വന്നാൽ കുടുംബാംഗങ്ങളെയും കുട്ടികളെയും പീഡിപ്പിക്കുമെന്ന് ഗോവിന്ദചാമി പറഞ്ഞതായും ഉദ്യോഗസ്ഥൻ അബ്ദുൾ സത്താർ വെളിപ്പെടുത്തുകയാണ്. ഇന്നലെ ഗോവിന്ദചാമി ജയിൽ ചാടിയപ്പോൾ ആശങ്കയായി അവധിയെടുത്ത് വീട്ടിലേക്ക് പോയി എന്നും പറയുകയാണ് ഈ ഉദ്യോഗസ്ഥൻ. ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നപ്പോൾ അവിടെ ഒരു സീനിയർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അബ്ദുൾ സത്താർ, ഈ കാണുന്നതാണ് പുള്ളിയുടെ വീട്. എൻ്റെ പഴയൊരു സുഹൃത്താണ്. ഒന്ന് അങ്ങോട്ടൊന്ന് കയറ്റി വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് ഞാൻ സത്താറുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കാം. ഗോവിന്ദചാമിയെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് നോക്കാം. റെക്കോർഡൊന്ന് ഓണാക്കി ഇട്ടേക്കണേ. സത്താറെ, പ്രവീണായിരുന്നു. അനു പറഞ്ഞു ഗോവിന്ദചാമി ജയിലിൽ ചാടി അറിഞ്ഞ ഉടനെ അവധിയെടുത്ത് പെട്ടെന്ന് വീട്ടിലേക്ക് പോകുന്നത്. ഇതൊന്നുമില്ലല്ലോ, മൈക്കൊന്നും വെച്ചിട്ടില്ലല്ലോ, ക്യാമറയൊന്നും വെച്ചിട്ടില്ല. ഒന്നുമില്ല, ധൈര്യമായിട്ട് പറയാം. എനിക്കത് അറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ട് നമ്മൾ ചോദിച്ചതാണ്. കണ്ണൂർ പോലുള്ളൊരു ജയിലിനകത്തെ ജയിലെന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗമാണ് ഈ ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്ന സ്ഥലം. അപ്പോൾ അവിടെ നിന്നൊരു ഗോവിന്ദചാമി ഒരു കാരണവശാലും ചാടത്തില്ല എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇവന്റെ ഒരു ക്യാരക്ടർ? എങ്ങനെയാണ്? ടൈറ്റാനിക്ക് മുങ്ങത്തില്ല എന്നുള്ള പ്രതീക്ഷ പോലെയായിരുന്നു. ഗോവിന്ദചാമി ജയിൽ ചാടി എന്ന് പറയുമ്പം അവൻ അവിടെ നിന്ന് ഇവിടെ വരെ എത്താനുള്ള സമയം വരെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. ഈ ഗോവിന്ദചാമി നമ്മുടെ അടുത്ത് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഒരു ഭീഷണിയോ സ്വരമോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ജയിൽ നിയമം അനുസരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അവൻ വലിയ താല്പര്യമുള്ള ആളല്ല. നല്ല സൈക്കോ ആണ്. അപ്പോൾ അവന് അങ്ങനെ പലപ്പോഴും പല കാര്യങ്ങളിലും അവനെ നിർബന്ധിച്ച് ജയിൽ നിയമങ്ങൾ അനുസരിപ്പിക്കേണ്ടി വന്നതിൻ്റെ ഭാഗമായിട്ട് അവൻ ഒരിക്കലും എന്നോട് എനിക്ക് പക്ഷേ ഈ ചാട്ടം വന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഓർമ്മ വന്നതും പെട്ടെന്ന് എൻ്റെ BP കൂടി ഉത്കണ്ഠയൊക്കെ ആയത് ആ ഒരു പറച്ചിലാണ്. എന്നോട് അവൻ പറഞ്ഞത്. എന്താ പറഞ്ഞത് കറക്റ്റായിട്ട്? എന്നോട് അവൻ പറഞ്ഞത്, ഞാൻ ജയിൽ ചാടി എനിക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ, അതായത് എൻ്റെ അടുത്ത് എത്താൻ പറ്റിക്കഴിഞ്ഞാൽ എന്നെ കെട്ടിയിട്ട് എൻ്റെ വീട്ടിലെ എല്ലാവരെയും അതിക്രൂരമായിട്ട് തന്നെ ബലാത്കാരം ചെയ്യുമെന്നും കൊച്ചു കുട്ടികളുടെ അവരെ പോലും വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഇന്ന് എപ്പോഴാണ് ജയിലിൽ ചാടിയെന്ന് എപ്പോഴാണ് അറിഞ്ഞത്? ഞാൻ രാവിലെ അറിഞ്ഞു. ഞാൻ ഡ്യൂട്ടിക്ക് രാവിലെ ഇങ്ങനെ വന്ന് ഗോവിന്ദചാമി ചാടിയെന്ന് നമ്മുടെ കൂടുതൽ ഉദ്യോഗസ്ഥൻ. ഇപ്പം കൊട്ടാരക്കര സബ് ജയിലിലാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം വിശ്വസിക്കാം. ഞാൻ വിചാരിച്ചത് തമാശ പറയുന്നതായിരിക്കും. കൊടും ക്രിമിനലായിട്ടുള്ള ഒരാൾ, അതും കണ്ണൂരിൻ്റെ അകത്തെ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലമാണ് ഈ 10-ാം ബ്ലോക്ക് എന്ന് പറയുന്നത്. അവിടുത്തെ ഏറ്റവും കൂടുതൽ സുരക്ഷ കൊടുക്കുന്ന സ്ഥലം. അവിടെ നിന്ന് ഇവൻ എസ്കേപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു അതിശയമാണ് തോന്നിയത്. ഗോവിന്ദചാമിക്ക് ചിലപ്പോൾ തോന്നിക്കാണോ എന്നെ ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടുത്താൻ വരും, ഒരു ഗ്യാങ്ങോ? അവന് പിന്നെ തമിഴ്നാട്ടിൽ ഈ സാധാരണ പൊങ്ങച്ചം അടിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഇങ്ങനെ അധികം സംസാരിക്കുന്ന ആളോ അല്ല ഗോവിന്ദചാമി. എക്സ്ട്രാ സൈക്കോ ആണ്. അപ്പോൾ ഇവൻ അന്ന് സഹതടവുകാരനെ പറഞ്ഞ സ്വന്തം മനസ്സുഖത്തിനും താല്പര്യത്തിനും വേണ്ടി ഇവൻ എന്തും ചെയ്യും. അതായത് ഇവന് കോയമ്പത്തൂരിൽ 1-2 ശ്മശാനങ്ങളിൽ സ്വർണ്ണം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, മോഷ്ടിച്ചിട്ടുള്ള സാധനങ്ങൾ, സ്വർണ്ണം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക ഒരു വിങ്ങുകളുണ്ട്. അവരിൽ നിന്ന് ധാരാളം സഹായങ്ങൾ, അവരാണ് ഈ കേസും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നതിനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ് ഇവൻ പറഞ്ഞത്. അതുവഴി ഇവർക്ക് സഹായം കൊടുക്കാമെന്നും ആർക്ക് ജാമ്യം എടുക്കാമെന്നൊക്കെ ഇവരെ തടവുകാരെ ഇവിടെ പറഞ്ഞതായിട്ട് ഒന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അന്ന് തന്നെ ഞാൻ പിന്നെ ജയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു, നമ്മൾ പറയുകയും ചെയ്തതാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, കേരളത്തിൽ ഒരാളും കിടന്നുറങ്ങത്തില്ല ധൈര്യത്തോട്. അവൻ പറഞ്ഞിട്ടുള്ള 1-2 കഥകൾ, തടവുകാരുടെ പറഞ്ഞിട്ടുള്ള കഥകൾ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. അത് ഈ ട്രെയിനിലെ സൗമ്യയ്ക്ക് മുന്നേ പലരെ സ്ത്രീകളെയും ആക്രമിച്ചിട്ടുണ്ട്. കുട്ടിയുടെ ദേഹത്ത് പോലും ബ്ലേഡ് വെച്ച് വരഞ്ഞിട്ട് ആ സ്ത്രീയെ മാനഭംഗപ്പെടുത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സ് അതേപോലെ പാകപ്പെടുത്തി എടുത്തിരിക്കുന്ന പക്ക ആക്രമണങ്ങൾ. ഒരുപക്ഷെ ഇവനെ അന്ന് തന്നെ UP-യിലൊക്കെ പോലെ തന്നെ വധിച്ചിരുന്നെങ്കിൽ, ഇവനെ കൊന്നിരുന്നെങ്കിൽ ഞാനൊക്കെ ഏറ്റവും സന്തോഷിച്ചാണ്. ഞാനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഗോവിന്ദചാമിയെ ഇനി തൂക്കിക്കൊല്ലാൻ വെച്ചിരുന്നെങ്കിൽ ഇല്ലായെങ്കിൽ ആരാച്ചാറാകാൻ പോലും ഞാൻ തയ്യാറാണ്. കാരണം സൗമ്യ എന്ന് പറയുന്നൊരു പെൺകുട്ടി എൻ്റെയും നിങ്ങളുടെയൊക്കെ സഹോദരിയാണ്. വിവരങ്ങളുമായി നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ ചേരുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ, ഗുഡ് മോർണിംഗ്. അബ്ദുൾ സത്താറുമായിട്ടുള്ള സൗഹൃദത്തിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ അബ്ദുൾ സത്താർ തുറന്നു പറഞ്ഞത്. ഇപ്പോൾ അയാൾ വീട്ടിൽ തന്നെ തുടരുകയാണോ? കാരണം ഗോവിന്ദചാമി തിരിച്ചിപ്പോൾ വിയൂർ ജയിലിലേക്ക് ആയിട്ടുണ്ട്, പിടിയിലായിട്ടുണ്ട്. ഈ കുട്ടികൾക്കൊക്കെ അറിയുമോ ഇങ്ങനെയുള്ള ഒരു ഭീഷണി പിതാവിന് ഉണ്ടായിരുന്നുവെന്ന്? സുജിയ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ സീനിയർ അസിസ്റ്റന്റ് അവിടുത്തെ ജയിൽ ഓഫീസറായിട്ടായിരുന്നു അബ്ദുൾ സത്താർ ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ അദ്ദേഹം കൊട്ടാരക്കര സബ് ജയിലിലാണ് ജോലി ചെയ്യുന്നത്. ഈ ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിയപ്പോൾ അവിടെ ഈ പറയുന്ന അബ്ദുൾ സത്താർ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു. പല സമയങ്ങളിലും ഈ ഗോവിന്ദചാമിയുമായി അടുത്ത് ഇടപഴകാൻ അല്ലെങ്കിൽ സംസാരിക്കുവാനൊക്കെ
അബ്ദുൽ സത്താറിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒരു സൈക്കോ ആണെന്ന് തന്നെ പറയുന്നു. പലപ്പോഴും ജയിൽ നിയമങ്ങൾ അനുസരിക്കാൻ ഗോവിന്ദചാമി തയ്യാറായിരുന്നില്ല. അപ്പോൾ ജയിൽ നിയമങ്ങൾ കർശനമായി തന്നെ നടപ്പാക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ പലപ്പോഴും സംസാരങ്ങൾ അവിടെ നടന്നിരുന്നു. അത് ഗോവിന്ദചാമിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് മുഖത്ത് നോക്കി തന്നെ, ആരുമില്ലാതിരുന്ന ഒരു അവസരത്തിൽ ഈ ജയിൽ ഓഫീസറുടെ മുഖത്ത് നോക്കി കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയത്. ജയിൽ ചാടും, അതിനുശേഷം എവിടെയാണോ നിങ്ങൾ ഉള്ളത് അവിടേക്ക് അന്വേഷിച്ച് എത്തും, വീട്ടിൽ എത്തി അതിനുശേഷം കുടുംബാംഗങ്ങളെ ബലാത്കാരം ചെയ്യും, പിന്നീട് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ കെട്ടിയിട്ട്, അതായത് ഈ അബ്ദുൽ സത്താറിനെ കെട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് തന്നെ മാനഭംഗം ചെയ്യും. അങ്ങനെയുള്ള വാക്കുകൾ തന്നെയാണ് അബ്ദുൽ സത്താറിനോട് ഈ ഗോവിന്ദചാമി പറഞ്ഞത്. ഈ അബ്ദുൽ സത്താർ ഒരു കാര്യം കൂടി കൃത്യമായി പറയുന്നുണ്ട്. പലപ്പോഴും പല ഭീഷണികളും മറ്റ് തടവുകാരിൽ നിന്നൊക്കെ ഉണ്ടാകാറുണ്ട്. ഒരു ജയിൽ ഓഫീസർ എന്നുള്ള നിലയിൽ കത്തിച്ച് കളയും, പെട്രോൾ ഒഴിച്ച് കത്തിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ താനതൊക്കെ ഒരു ജയിൽ ഓഫീസർ എന്നുള്ള രീതിയിൽ മാത്രമേ എടുക്കാറുള്ളൂ, ഭയക്കാറില്ല. പക്ഷേ ഗോവിന്ദചാമി അങ്ങനെയല്ല, വളരെ കുറച്ച് മാത്രമേ ജയിലിൽ സംസാരിക്കാറുള്ളൂ. അങ്ങനെയുള്ള ഒരാൾ തൻ്റെ മുഖത്ത് നോക്കി ഇത്തരമൊരു ഭീഷണി, അതായത് ജയിൽ ചാടിയ ശേഷം കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയത് താനത് മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഗോവിന്ദചാമി ജയിൽ ചാടിയതായി അറിഞ്ഞത്. പെട്ടെന്ന് അന്നത്തെ ഒരു ഭീഷണിയാണ് ഓർമ്മ വന്നത്. അദ്ദേഹം മേൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് അവധിയെടുത്ത് വീട്ടിലേക്ക് എത്തുകയായിരുന്നു. സുഹൃത്തുക്കളെയും വിളിച്ചു പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഇന്നലെ ഗോവിന്ദചാമി പിടിയിലായിരുന്നില്ലെങ്കിൽ കോന്നി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അവിടെയും വിവരമറിയിക്കാൻ അബ്ദുൽ സത്താർ തീരുമാനിച്ചിരുന്നു. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, സഹതടവുകാരോട് പല കാര്യങ്ങളും ഗോവിന്ദചാമി പറഞ്ഞിരുന്നു. അതിലൊന്ന്, നേരത്തെയും സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തിരുന്നു. അത് ബ്ലേഡ് കൊണ്ട് ദേഹത്തൊക്കെ വരഞ്ഞ ശേഷമാണ് മാനഭംഗം ചെയ്തിരുന്നത്. മറ്റൊന്ന്, കോയമ്പത്തൂരിൽ ഇപ്പോഴും അവിടെ 2 ശ്മശാനങ്ങളിൽ ഈ മോഷ്ടിച്ച സ്വർണ്ണങ്ങളും ഒപ്പം തന്നെ മറ്റു കാര്യങ്ങളുമൊക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കൈകാര്യം ചെയ്യുന്നത് ഒരു പ്രത്യേക ഗ്യാങ് ആണ്. ഒരുപക്ഷെ ആ ഗ്യാങ് ആയിരിക്കാം ഗോവിന്ദചാമിയുടെ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പണമൊക്കെ മുടക്കിയത്. ഏതായാലും അബ്ദുൽ സത്താർ ഒരു കാര്യം തുറന്നു പറയുന്നു, ഇയാൾ ഒരു സൈക്കോ ആണ്. മറ്റൊരു അനുഭവം കൂടി അബ്ദുൽ സത്താർ പറയുന്നുണ്ട്. അതായത് ജയിലിനുള്ളിൽ വെച്ച്, ജയിൽ കോമ്പൗണ്ടിനകത്ത് വെച്ച് തന്നെ അവിടെ ഒരു പ്ലാവുണ്ട്. ആ പ്ലാവിൽ ആരും അറിയാതെ ഇയാൾ കയറി ചക്ക പറിച്ച് താഴെ ഇട്ടു എന്ന് പറയുന്നുണ്ട്. അത് ഒരു അത്ഭുതത്തോടു കൂടിയാണ് ഇയാൾ പറയുന്നത്. കാരണം കൈത്തണ്ട ഇല്ലാത്ത ഒരാൾ അതുപോലുള്ളൊരു പ്ലാവിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മുകളിൽ കയറി ചക്കയിട്ട് തിരിച്ച് ഇറങ്ങി വന്നു. ആ സമയം അബ്ദുൽ സത്താർ അത് കണ്ടുപിടിക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ പ്രവീൺ പുരുഷോത്തമൻ, ജയിൽ ചാടാൻ പദ്ധതിയിട്ട ആ കാലഘട്ടത്തിൽ 2017 മുതൽ തനിക്ക് പദ്ധതി ഉണ്ടായിരുന്നതാണ് ഗോവിന്ദചാമി പലരോടും പറഞ്ഞിരുന്നത്. അപ്പോൾ അബ്ദുൽ സത്താർ ഉണ്ടായിരുന്നപ്പോൾ അബ്ദുൽ സത്താറിനെ ഭീഷണിപ്പെടുത്തി, ഇപ്പോൾ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയും ഇതേ രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാൻ സാധ്യതയില്ലേ? കാരണം ഇയാൾ പോകുന്നത് ആരെങ്കിലും കണ്ടാലും പിടിച്ചു നിർത്താൻ ഭയമായിരിക്കുമല്ലോ, കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ട്. സുജയ, ഇക്കാര്യത്തിൽ ഈ ജയിൽ ഓഫീസർ പറയുന്നത്, ഈ ഗോവിന്ദചാമിയുമായി അടുത്ത് ഇടപഴകുന്നതിന് ചില ഓഫീസർമാർക്കൊക്കെ താല്പര്യമില്ലായിരുന്നു. കാരണം ഇയാളുടെ പെരുമാറ്റം ആ രീതിയിലായിരുന്നു. ഒരുപക്ഷെ മനസ്സിൽ ഭയമുണ്ടായിരിക്കാം. കാരണം ഇത്രയും ഒരു കൊടും കുറ്റവാളി, ആ ഒരു സാഹചര്യത്തിൽ അയാളുമായി കൂടുതൽ ജയിൽ നിയമങ്ങൾ കർശനമായി നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ പലപ്പോഴും കൊടുക്കാൻ പലരും മടിക്കുമായിരിക്കാം. മറ്റൊന്ന്, അബ്ദുൽ സത്താർ പറയുന്നത്, ഇയാൾ സംസാരം തീരെ കുറവായിരിക്കും, പക്ഷേ പറയുന്ന കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. അതാണ് ടൈറ്റാനിക്കുമായിട്ടൊക്കെ ഉപമിച്ചുകൊണ്ട്, അതായത് ആ വലിയ കപ്പൽ മുങ്ങുമെന്നൊരിക്കലും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ പോലെ കണ്ണൂരിലെ സെൻട്രൽ ജയിലിനുള്ളിലെ ഒരു ജയിൽ, അതാണ് 10ാം ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ 10ാം ബ്ലോക്കിൽ അബ്ദുൽ സത്താർ അവിടെ ഡ്യൂട്ടി ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗോവിന്ദചാമിയുമായി അടുത്തിടപഴകാനും സംസാരിക്കാനും ഒക്കെ അവസരം ലഭിച്ചിരുന്നത്. മറ്റൊരു കാര്യം കൂടി പറയുന്നത്, ഗോവിന്ദചാമിയെ കാണുന്നതിനായി അപൂർവം ആളുകൾ മാത്രമേ ജയിലിലേക്ക് വന്നിട്ടുള്ളൂ. ഒന്ന്, അഭിഭാഷകനായിരുന്ന ആളൂർ വന്നിരുന്നു, ഒരു വനിതാ അഭിഭാഷക അവിടെ വന്നിരുന്നു. മറ്റൊന്ന്, ഈ ഗോവിന്ദചാമിയുടെ ഒരു സഹോദരൻ അവിടെ വന്നിരുന്നു. സഹോദരനുമായി ബന്ധപ്പെട്ടും ചില വൈരാഗ്യങ്ങൾ അബ്ദുൽ സത്താറിനോട് ഉണ്ട് എന്നും അബ്ദുൽ സത്താർ തുറന്നു പറയുന്നുണ്ട്. അത് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അദ്ദേഹം പോയില്ല. പക്ഷേ ഒരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, ഈ ഗോവിന്ദചാമിക്ക് പുറത്തുനിന്ന് ആരുടെയൊക്കെയോ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരു ഗ്യാങ് ഇയാളെ രക്ഷപ്പെടുത്താനുള്ള ഒരു പദ്ധതി ഇട്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പുറത്തേക്ക് ഇയാൾ ജയിലിന് പുറത്തേക്ക് എത്തിയത്. പക്ഷേ ഈ പറയുന്ന സമയത്ത് കൃത്യമായും ഇവർ തമ്മിൽ കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായില്ല. അതുകൊണ്ടാണ് അവിടെ ഒരു കിണറിനുള്ളിൽ അങ്ങനെ ഒളിച്ചിരിക്കേണ്ടി വന്നത് എന്നും അബ്ദുൽ സത്താർ പറയുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അബ്ദുൽ സത്താർ പറയുന്നുണ്ട്, രക്ഷപ്പെടാനായിരുന്നു ശ്രമമെങ്കിൽ
ജയിൽ ചാടി മണിക്കൂറുകൾ അത്രയും പിന്നിട്ടിട്ടും അയാൾക്ക് ദൂരേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ഒരു കിണറിനുള്ളിൽ ഒളിച്ചിരിക്കാൻ കാരണം എന്നുള്ളത് ആരൊക്കെയോ ജയിൽ ചാടുമെന്ന് കൃത്യമായി അറിയാമായിരുന്നു. അങ്ങനെ ഇയാളെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നതിനുള്ള ഒരു സംഘം അവിടെ എത്താനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ട് കൂട്ടരും തമ്മിൽ, അതായത് ഗോവിന്ദച്ചാമിയും രക്ഷപ്പെടുത്താൻ അവിടെ എത്തുമെന്നറിയിച്ച കൂട്ടരും തമ്മിൽ കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായില്ല. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി. അതുകൊണ്ടാണ് ഇയാൾ കിണറിനുള്ളിൽ ഒളിച്ചിരുന്നതെന്നും അബ്ദുൾ സത്താർ പറയുന്നു. ഏതായാലും തൻ്റെ അനുഭവങ്ങൾ, തനിക്ക് ആ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജയിൽ ഓഫീസറായി ജോലി ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന അനുഭവങ്ങളെല്ലാം തന്നെ കൃത്യമായും മേലുദ്യോഗസ്ഥരെ അബ്ദുൾ സത്താർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും തനിക്ക് ഭയമല്ല, ആശങ്കയാണ് ഉണ്ടായതെന്നാണ് പറയുന്നത്. കാരണം മുഖത്ത് നോക്കി ജയിൽ ചാടുമെന്നും കുടുംബാംഗങ്ങളെ മാനഭംഗപ്പെടുത്തുമെന്നും ഒക്കെ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ജയിൽ ചാടിക്കഴിഞ്ഞപ്പോൾ ജയിൽ ചാടുമെന്ന് ഗോവിന്ദച്ചാമി പറഞ്ഞു, തന്നെ ഭീഷണിപ്പെടുത്തി, കുട്ടികളെ പീഡിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇതൊക്കെ പറയുന്നത് അവിടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായിരുന്ന അബ്ദുൾ സത്താറാണ്. ഇപ്പോൾ കൊട്ടാരക്കര സബ് ജയിലിലാണ് ജോലി. പക്ഷേ നേരത്തെ പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ജയിൽ ചാടിയെന്നറിഞ്ഞപ്പോഴേ ലീവ് എടുത്ത് വീട്ടിലേക്ക് വന്നു. കുടുംബത്തെ ഗോവിന്ദച്ചാമി അപകടപ്പെടുത്തുമോ എന്നുള്ള ഭയമുണ്ടായിരുന്നു.